ടീച്ചർ അമ്മയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. മാധവത്തിലെത്തിയ ശിവരാമേട്ടൻ സരസ്വതിയോട് റീജോയിനിങ് ചെയ്യാൻ വൈകുന്നതിന്റെ കാരണം ചോദിക്കുക. റീജോയിനിങ് ചെയ്യാൻ ഒരുങ്ങുമ്പോഴാണ് ആ മോഹൻ ജയില് ചാടി ഭീഷണിപ്പെടുത്തിയതെന്ന് സരസു പറയുമ്പോൾ, അതുകൊണ്ട് നീ ഇനി ജോയിൻ ചെയ്യുന്നില്ലേ കൊച്ചെ എന്ന് ശിവരാമേട്ടനും ചോദിക്കുക. അയാളെ ഇന്ന് പിടിക്കും നാളെ പിടിക്കുമെന്ന് കരുതിയിരുന്നതാ എന്ന് സരസു പറയുമ്പോൾ, അവനെ എന്നോ പിടിക്കട്ടെ, അവനെ പിടിച്ചിട്ട് ജോയിൻ ചെയ്യാൻ ഇരിക്കുകയാണോ നീ? നന്നായി പോയി എന്ന് ശിവരാമേട്ടനും. ഈ ഒരു സിറ്റുവേഷനിൽ അയാൾക്ക് അപ്പയെ ഒരു വിധത്തിലും തടസ്സപ്പെടുത്താനാവില്ല. അപ്പൊ ധൈര്യമായിട്ടിരിക്കണമെന്ന് റജി കൂടി പറയുമ്പോഴേക്കും സരസ്വതി എല്ലാവരെയും അകത്തേക്ക് സ്വീകരിക്കുകയാ. അതിനിടയിൽ ലില്ലിക്കുട്ടി പറയുന്നുണ്ട്, നിനക്ക് ധൈര്യം തരാനാ അച്ചായൻ ഓടിപ്പിടിച്ചെങ്ങു വന്നതെന്ന്. ധൈര്യത്തിന്റെ പ്രശ്നമൊന്നുമില്ല ഏട്ടത്തി, പക്ഷേ അയാൾ ആരെയാ എങ്ങനെയാ ഉപദ്രവിക്കുന്നതെന്ന് പറയാൻ പറ്റില്ല. ഇപ്പൊ തന്നെ അതെ കൃഷ്ണചന്ദ്രൻ സാറിനെയും സന്തോഷിനെയും പിടിച്ച് അയാൾ കാണിച്ച അഭ്യാസവും ജോണിന് വന്ന ആപത്തും നമ്മൾ കണ്ടതല്ലേ, അതുകൊണ്ട് അതിന്റെ പേടിയെന്ന് സരസു പറയുമ്പോ, ഇനി അങ്ങനൊന്നും നടക്കില്ല കൊച്ചേ. അവൻ അനങ്ങിയ ഉറപ്പായും അകത്താവും, അല്ലെങ്കിൽ അവൻ വല്ല കളിയുമായി വരട്ടെ. നമ്മുടെ കയ്യെന്താ മാങ്ങ പറിക്കാൻ പോവോ? അവനെ കരുതി ഞങ്ങളെല്ലാം നില തെറ്റിയിരിക്കുക. പിടിച്ചകത്തിട്ടിട്ടും ചാടിപ്പാഞ്ഞു വന്നേക്കുന്നു. ഇങ്ങനെ ഒരുത്തനെയാ ഞങ്ങളെല്ലാം ചേർന്ന് കൊച്ചിന്റെ തലയിൽ കയറ്റി വെച്ചത്. അതിന്റെ സങ്കടം ഒരിക്കലും മാറില്ല. കൃഷ്ണചന്ദ്രൻ സാറിനെ പോലുള്ള യോഗ്യന്മാരെ നമ്മൾ കണ്ടില്ല. അന്ന് നമുക്കും അതിനുള്ള ബുദ്ധി പോലും ഇല്ലാതായിപ്പോയി. കണ്ട മോഹന് എന്താ ഒരു കുറവ്, വല്ലാത്തൊരു പിഴവായിപ്പോയി. ഇനി അതും ഇതും പറഞ്ഞുകൊണ്ട് കാര്യമില്ല. ഒരു രക്ഷയുമില്ലെങ്കിൽ ഞാൻ അവനെ തീർക്കും. ഞാൻ അകത്ത് കിടന്നാലും മറ്റുള്ളവർക്ക് സമാധാനം കിട്ടുമല്ലോ എന്ന് ശിവരാമേട്ടൻ പറയുന്നത് കേൾക്കെ, ഏട്ടനകത്ത് പോയി കിടന്നാൽ ഞങ്ങൾക്ക് എങ്ങനെ സമാധാനം കിട്ടാനാ എന്ന് സരസവും ചോദിക്കുന്നുണ്ട്. അതെന്തു വർത്താനയച്ചായ എന്ന് ലില്ലിക്കുട്ടി ചോദിക്കുമ്പോ, സഹിക്കുന്നതിനൊക്കെ ഒരു പരിധിയില്ലേ എന്ന് ശിവരാമേട്ടനും. അന്ന് അയാൾ അപ്പച്ചന്റെ കഴുത്തിന് കയറി പിടിച്ചപ്പോ ഞാൻ എന്റെ മനസ്സിൽ ഓങ്ങി വെച്ചതാന്ന് റജിയും. എടാ നിങ്ങളെല്ലാം ഇങ്ങനെ തുനിഞ്ഞിറങ്ങിയാ പിന്നെ ഞങ്ങൾ എന്തോ ചെയ്യും എന്ന് ലില്ലിക്കുട്ടി ആദ്യോടെ ചോദിക്കുമ്പോ, നീ പേടിക്കണ്ട, എന്ത് വില കൊടുത്തും സരസ്വതിയെ സ്കൂളിൽ റീജോയിൻ ചെയ്യിക്കണമെന്നേ ഞാൻ വിചാരിച്ചുള്ളൂ എന്ന് ശിവരാമേട്ടനും. ഏട്ടനൊന്ന് സമാധാനപ്പെട്, നമുക്ക് നോക്കാം, വാ ഞാൻ ചായ എടുക്കാമെന്ന് പറഞ്ഞ് സരസു പോവാനായി തുടങ്ങുമ്പോഴേക്കും ശിവരാമേട്ടൻ പിടിച്ചു വെച്ചുകൊണ്ട്, ചായ ഇപ്പൊ വേണ്ട, മുത്താർമലയിൽ നിന്നും നല്ല വെള്ളക്കപ്പ കൊണ്ടുവന്നിട്ടുണ്ട്, ഈ സഞ്ചിയിലുണ്ട് എന്ന് പറഞ്ഞ് റജിയുടെ കയ്യിലുള്ള സഞ്ചിയിൽ നിന്ന് കപ്പ എടുത്തു കാണിച്ചുകൊണ്ട്, ഇതിന്നെടുത്ത് വേവിച്ച് തേങ്ങയൊക്കെ ഇടിച്ചു ചേർത്ത് അങ്ങോട്ട് എടുക്കണം എന്ന് ശിവരാമേട്ടൻ പറയുമ്പോ, കാന്താരിയും ഉണ്ട് എന്ന് ലില്ലി മാമിയും. ആഹാ, അപ്പൊ ഒരു ചൂട് കട്ടനും കൂടിയായ ഏട്ടന് കുശാലായി. വാ എന്ന് പറഞ്ഞ് സരസ്വതി സന്തോഷത്തോടെ അവരെയും വിളിച്ചോണ്ട് അകത്തോട്ട് കയറി പോവുകയാ. അവിടെ വിഷ്ണുവിന്റെ വീട്ടിൽ എല്ലാവരും ചേർന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോണ്ടിരിക്കുക. രാധ എല്ലാവർക്കും വിളമ്പിക്കൊണ്ടിരിക്കുക. അമ്മമ്മ ഈ വീക്ക് സ്കൂളിൽ റീജോയിൻ ചെയ്യുന്നുണ്ട്, നമുക്കത് പൊളിയാക്കണ്ടേ എന്ന് കല്ല് ചോദിക്കുമ്പോ, ആ വേണം, നമുക്കെല്ലാവർക്കും കൂടി മാധവത്തിൽ കൂടാമെന്ന് കാവ്യയും. അതാ നല്ലത്, റീജോയിനിങ്ങിന്റെ തലേ ദിവസം നമുക്കെല്ലാവർക്കും കൂടി മാധവത്തിൽ തങ്ങണം എന്ന് കല്ല് പറയുമ്പോ, അവിടെ തങ്ങാൻ അമ്മ സമ്മതിക്കുമെന്ന് രാധയും. അവിടെ സ്ഥിരം നിൽക്കുന്നതേ ടീച്ചർക്ക് പ്രശ്നമുള്ളൂ, ഇടയ്ക്ക് പോയി നിൽക്കുന്നത് പ്രശ്നമുണ്ടാവില്ല എന്ന് വിഷ്ണു പറയുമ്പോ, മാധവം വേറെ വൈബാ, അപ്പൊ എല്ലാവരെയും വിളിച്ച് സെറ്റാക്കല്ലേ എന്ന് കല്ല് ചോദിക്കുമ്പോ, ആരെയാ വിളിക്കണ്ടേന്ന് രാധയും. മാമനെയും ഋതുക്കുട്ടനെയും ഒക്കെ എന്ന് കല്ലുവും. റീജോയിനിങ്ങിനെ മോഹൻ പ്രശ്നമുണ്ടാക്കാൻ നോക്കും മിക്കവാറും. ഇന്നലെ ഫോഴ്സിന്റെ കണ്ണു വെട്ടിച്ച് അയാൾ രക്ഷപ്പെട്ടു എന്ന് വിഷ്ണു പറയുന്നത് കേൾക്കെ, അയാൾ പ്രശ്നമുണ്ടാക്കും, ഓടിപ്പോയെന്ന് പറയാതെ അയാളെ പെട്ടെന്ന് അറസ്റ്റ് ചെയ്യാൻ നോക്കച്ച എന്ന് കാവ്യയും പറയുന്നുണ്ട്. അത് ഞങ്ങൾ നോക്കുവല്ലേ എന്ന് വിഷ്ണു പറയുമ്പോ, അമ്മമ്മയുടെ റീജോയിനിങ്ങിന് മുന്നേ ആളെ അറസ്റ്റ് ചെയ്യണം അച്ഛ എന്ന് കാവ്യയും. എത്രയും പെട്ടെന്ന് അറസ്റ്റ് ചെയ്യാൻ തന്നെയാ ഞങ്ങൾ നോക്കുന്നേ എന്ന് വിഷ്ണു പറയുമ്പോ, ആൾ അറസ്റ്റിലായാലേ അമ്മമ്മയ്ക്ക് ടെൻഷൻ ഇല്ലാതെ സമാധാനമായി റീജോയിനിങ് ചെയ്യാൻ പറ്റുമായിരുന്നു എന്ന് കല്ല് പറയുമ്പോ, അച്ഛൻ ഇവിടെ ദോശയും കഴിച്ചിരിക്ക, പെട്ടെന്ന് പോയി കണ്ടുപിടിക്കച്ച, അച്ഛനെ ഷൂട്ട് ചെയ്ത ആളല്ലേ, കിട്ടുമ്പോഴേ രണ്ടിടി കൂടുതൽ വെച്ചു കൊടുക്കണേ എന്ന് കാവ്യ പറയുന്നത് കേട്ട് ചിരിയോടെ, എടി കാന്താരി കഴിക്കടി എന്ന് വിഷ്ണുവും. പിന്നീട് ജോലിയെല്ലാം കഴിഞ്ഞ് റൂമിലെത്തിയ മഹേഷിന് രാധയുടെ മൊബൈലിൽ നിന്ന് കോൾ വരികയാ. അവനതെടുത്ത് ഹലോ രേണു എന്ന് വിളിക്കുമ്പോ, രേണുവല്ലച്ച, ഞാനാന്ന് ഋതുവും. പറയട ഋതു എന്ന് മഹേഷ് പറയുമ്പോ, അച്ഛൻ റൂമിലെത്തിയോന്ന് ഋതുവും. ഞാൻ ദേ ഇപ്പൊ എത്തി, ഒന്ന് ഫ്രഷ് ആയെന്ന് മഹേഷ് പറയുന്നുണ്ട്. മുറ്റത്തു നിന്ന് കോൾ ചെയ്യുന്ന ഋതുവിന്റെ അരികിൽ തന്നെ രേണുവും ഇരിപ്പുണ്ട്. അച്ഛാ, ഇന്ന് കാവ്യ ചേച്ചിയും കല്ലു ചേച്ചിയും വിളിച്ചിരുന്നു എന്ന് ഋതു പറയുമ്പോ, എന്താടാ, എന്താ വിശേഷം എന്ന് മഹേഷും. അച്ഛമ്മയുടെ സ്കൂളിലെ റീജോയിനിങ് ഒരു മെമ്മറബിൾ പരിപാടിയാക്കണമെന്നാ ഞങ്ങളുടെ ആഗ്രഹം എന്ന് ഋതു പറയുമ്പോ, ആണോ, അല്ല എന്താ പരിപാടി എന്താന്ന് മഹേഷും. പരിപാടിയൊക്കെ ഞങ്ങൾ സെറ്റാക്കുന്നുണ്ട്, പക്ഷേ നമുക്ക് വീണ്ടും മാധവത്തിൽ ഒന്ന് നിൽക്കണം, അവിടെ ഒരു ഡേ നൈറ്റ് പരിപാടി എന്ന് ഋതു പറയുന്നത് കേട്ടാ, എടാ ഈ നൈറ്റ് മാധവത്തിൽ സ്റ്റേ ചെയ്യാൻ എന്ന് മഹേഷ് സംശയത്തോടെ പറയുമ്പോ, അതെ, നൈറ്റ് അവിടെ എല്ലാവരും കൂടി പഴയതുപോലെ സ്റ്റേ ചെയ്യണം എന്ന് ഋതുവും പറയുകയാ. എടാ ഈ മാധവത്തിൽ നിന്ന് അമ്മ നമ്മളെ ഗെറ്റ് ഔട്ട് അടിച്ചതല്ലേ, അതുകൊണ്ട് തന്നെ നിൽക്കാൻ സമ്മതിക്കുവോടാ എന്ന് മഹേഷ് ചോദിക്കുമ്പോ, അതൊക്കെ സമ്മതിക്കും, അച്ഛനെയും അപ്പയെയുമാ
അച്ഛമ്മ ഗേറ്റോടടിച്ചത്. ഞങ്ങളൊക്കെ അതിൽ പെട്ടുപോയതാ. അച്ഛനും അപ്പയും കൂടി അച്ഛമ്മയോടൊന്ന് സംസാരിച്ചു നോക്ക് എന്ന് ഋതു പറയുമ്പോ, എടാ ഋതു, ഞാനൊന്ന് സംസാരിച്ചു നോക്കാം, പക്ഷേ വലിയ ഉറപ്പൊന്നും പറയാൻ പറ്റൂലെന്ന് മഹേഷും. നിങ്ങൾ പറഞ്ഞിട്ട് നടന്നില്ലേ ഞങ്ങൾ നോക്കാം എന്ന് ഋതു പറയുമ്പോ, എടാ നീയപ്പോ ആള് കൊള്ളാലോടാ. എടാ ഋതു, അച്ഛന്റെ കഞ്ഞിയുടെ പരിപാടി നോക്കട്ടെ, അല്ലെങ്കിൽ അച്ഛൻ പട്ടിണിയായി പോകുമോനെ എന്ന് മഹേഷ് ഓർമ്മിപ്പിക്കുമ്പോ, ശരി അച്ഛാ ബൈ എന്ന് പറഞ്ഞ് ഋതുവും കോൾ വെക്കുകയാ. ഋതു മൊബൈൽ രേണുവിന്റെ കയ്യിലേക്ക് കൊടുക്കുമ്പോഴേക്കും രേണുവും സന്തോഷത്തോടെ ഓക്കെ അല്ലേ, അച്ഛൻ എന്താ പറഞ്ഞ് വരുമോ എന്ന് ചോദിക്കുമ്പോൾ വരുമെന്ന് ഋതു പറയുന്നത് കേൾക്ക് രേണുവിനും സന്തോഷമാവുകയാ. രാത്രിയാവുമ്പോ അമ്പലമുറ്റത്തെ ആൽത്തറയിൽ കിടന്നുറങ്ങിക്കൊണ്ടിരിക്കുക പോറ്റി. അങ്ങോട്ട് പതുങ്ങിയെത്തുന്ന മോഹൻ പോറ്റിയെ തട്ടി വിളിക്കുമ്പോഴേക്കും പോറ്റി ഒരു ഞെട്ടലോടെ എണീറ്റിരിക്കുക. മോഹന, വീട്ടിലെന്റെ സഹോദരി മണി പോലും എന്നെ തള്ളി പറഞ്ഞു. വീടിന്റെ പടി ഇനി ചവിട്ടരുതെന്ന് നടേശനും മണിയും താക്കീത് ചെയ്തു. ഇനി എന്നെ വിട്ടേക്ക് മോഹനെന്ന് പോറ്റി കൈ കൂപ്പി പറയുമ്പോ, തനിക്ക് ഒരുപാട് കെട്ടിയോൾമാരില്ലേ, പിന്നെ എന്തോ നാടോ പ്രശ്നം എന്ന് മോഹനും. അവരൊന്നും ഇപ്പോ എന്നെ മുറ്റത്തു കൂടി കേറ്റൂല എന്ന് പോറ്റി പറയുമ്പോ, അത് തന്റെ കയ്യിലിരിപ്പ്. അതൊക്കെ പോട്ടെ, എന്തായാലും എനിക്ക് തന്റെ സഹായം വേണം എന്ന് മോഹൻ പറയുമ്പോ, എനിക്കിനി വയ്യ മോഹന എന്ന് പോറ്റിയും. എന്ത് എന്ന് ദേഷ്യത്തോടെ മോഹൻ ചോദിക്കുമ്പോ, വയ്യാത്തോണ്ടാ എന്ന് കൈ കൂപ്പിക്കൊണ്ട് പോറ്റിയും. അങ്ങനെ പറഞ്ഞാ പറ്റില്ലല്ലോ കാർന്നോരെ, അതായത് സരസ്വതിയുടെ സ്കൂളിലെ റീജോയിനിങ് നടക്കരുത്, അതെങ്ങനെയും മുടക്കിയേ പറ്റൂ, അതിന് താൻ എന്റെ കൂടെ നിക്കണം കേട്ടോ എന്ന് മോഹൻ പറയുമ്പോ, എന്നെ ഒന്ന് വെറുതെ വിട് മോഹന എന്ന് പോറ്റിയും. മോഹനും ഒരു ചിരിയോടെ, എടോ താൻ കൂടെ നിന്നില്ലെങ്കിലേ ആദ്യം ഞാൻ തന്നെ തട്ടും എന്ന് പറയുന്നത് കേൾക്കെ പോറ്റിയും പരിഭ്രമത്തോടെ എഴുന്നേറ്റ് നിന്ന് കൈകുപ്പിക്കൊണ്ട്, എന്താ മോഹന വേണ്ടത് എന്ന് ചോദിക്കുമ്പോ, അങ്ങനെ വഴിക്കുവാ, അവളെ ആ സരസ്വതിയെ തീർക്കണം, അതിനെ താൻ എന്റെ കൂടെ നിക്കണം എന്ന് മോഹൻ പറയുമ്പോഴേക്കും അമ്പലത്തിൽ നിന്ന് മണിയടി കേൾക്കുന്നുണ്ട്. പോറ്റിയും അമ്പലത്തിലേക്ക് നോക്കി പ്രാർത്ഥനയോടെ കൈകൂപ്പിക്കൊണ്ട്, ആണ്ടവാ എന്നെ രക്ഷിച്ചിക്കണേ എന്ന് സങ്കടത്തോടെ പറയുമ്പോഴേക്കും, നന്നായിട്ട് തന്റെ ആണ്ടവനോട് പ്രാർത്ഥിച്ചിട്ട് റെഡി ആയിട്ടിരുന്നോ, വിളിക്കുമ്പോ അങ്ങ് വന്നേക്കണം, ഇല്ലെങ്കിൽ എന്തു പറ്റും, അറിയാലോ മോഹന്റെ സ്വഭാവം എന്ന് ചോദിച്ച് ഒരു ചിരിയോടെ മോഹനും അവിടുന്ന് പോവുകയാ. രാവിലെ ആവുമ്പോഴും പോറ്റി പരിഭ്രമത്തോടെ ആ ആൽത്തറയിലിരുന്ന് മോഹൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഓർത്തോണ്ടിരിക്കുക. എടോ താൻ കൂടെ നിന്നില്ലെങ്കിലേ ആദ്യം ഞാൻ തന്നെ തട്ടും, അറിയാലോ മോഹന്റെ സ്വഭാവം എന്ന് മോഹൻ ഭീഷണിപ്പെടുത്തിയതും തോക്കുകൊണ്ട് മോഹൻ വെടിവെക്കുന്നതുമെല്ലാം ഓർക്കെ ടെൻഷനോടെ പോറ്റി അവിടെ എണീറ്റ് അമ്പലനടയിലേക്ക് ചെന്ന് കാത്തുരക്ഷിക്കണേ എന്ന് കൈകൂപ്പി പ്രാർത്ഥിക്കുകയാ. അവിടെ മാധവത്തിലേക്ക് മഹേഷും രാധയും എത്തുന്നുണ്ട്. അവരെ കണ്ട് സന്തോഷത്തോടെ വല്യമാമ കേറി വാ എന്ന് പറഞ്ഞ് വിളിക്കുമ്പോഴേക്കും അവരകത്തേക്ക് ചെന്ന്, ഞങ്ങളെ വല്യമാമ എത്തിയെന്നറിഞ്ഞു എന്ന് മഹേഷും പറയുന്നുണ്ട്. ഇന്നലെയാ എത്തിയതെന്ന് പറഞ്ഞ് രാധയോടായി വിഷ്ണുവിന്റെ സസ്പെൻഷൻ കഴിഞ്ഞല്ലേ എന്ന് വല്യമാമ ചോദിക്കുമ്പോൾ, കഴിഞ്ഞു, ഇപ്പോ ചിറയൂർ ജോയിൻ ചെയ്തു എന്ന് രാധ പറയുമ്പോഴേക്കും ടീച്ചറമ്മയും ലില്ലി മാമയും അങ്ങോട്ടെത്തുകയാ. പിള്ളേര് സ്കൂളിൽ പോയോ എന്ന് ടീച്ചറമ്മ ചോദിക്കുമ്പോ, പോയി ഇന്ന് രാധയും റജിയും മഹേഷിനോടായി ബേക്കറി പോകുന്ന കാര്യമൊക്കെ അറിഞ്ഞു, നന്നായി മഹേഷ് ഏട്ടാ എന്ന് പറയുമ്പോ, അതേടാ എന്ന് മഹേഷും. അമ്മയും സംശയത്തോടെ എന്തോ കാര്യമുണ്ടല്ലോ രണ്ടാളും കൂടി എന്ന് ചോദിക്കുമ്പോ, കൊച്ചുങ്ങൾക്ക് അമ്മയുടെ റീജോയിനിങ്ങിന് മുന്നേ ഇവിടെ ഒന്നിച്ചു കൂടണമെന്നുണ്ട് എന്ന് രാധ പറയുമ്പോഴേക്കും, അമ്മേ അവരെന്തൊക്കെയോ പ്ലാൻ ചെയ്യുന്നുണ്ടെന്ന് മഹേഷും. പിള്ളേര് ഞങ്ങളോടത് സൂചിപ്പിച്ചപ്പോ ഞങ്ങൾക്ക് സംശയമായി, അമ്മ ഞങ്ങളെ ഇറക്കി വിട്ടതല്ലേ, ഇവിടോട്ട് ഇനി കേറണ്ടെന്നും പറഞ്ഞതല്ലേ, അപ്പോ സമ്മതിക്കോന്നൊരു സംശയം എന്ന് രാധ പറയുമ്പോ, അന്നെല്ലാരും കൂടി ഒരുമിച്ച് കൂടിയപ്പോ പറഞ്ഞതല്ലേ, ഇതൊരു ലോഡ്ജായി കാണുന്നത് എനിക്ക് ഇഷ്ടമല്ലാത്ത കാര്യമാണ്, അതുകൊണ്ടാ അന്ന് ഞാൻ അങ്ങനെ പറഞ്ഞത്. പിന്നെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും സ്വന്തമായി ഒരു ജീവിതം ഉണ്ടാവേണ്ടതുണ്ട്, ഈ വീടിന്റെ തണല് അതിന് പറ്റിയതല്ല, നിങ്ങൾക്കും ഇവിടെ വന്ന് നിക്കാം, ദേ ശിവരാമേട്ടനും കുടുംബവും ഇവിടെ വന്ന് നിൽക്കുന്നില്ലേ, അതുപോലെ നിങ്ങൾക്കും ഇവിടെ വന്ന് നിക്കാലോ എന്ന് അമ്മ പറയുന്നവർക്ക് ആശ്വാസത്തോടെ, എങ്കിൽ അമ്മ റീജോയിനിങ് ചെയ്യുന്നതിന് മുന്നേ നമുക്കിവിടെ ആലോചിച്ച് കൂടാം എന്ന് മഹേഷ് പറയുമ്പോ, അത് നല്ലൊരു ആലോചനയാ, പിള്ളേർക്കൊക്കെ സന്തോഷമാവുകയും ചെയ്യും എന്ന് ശിവരാമേട്ടനും പറയുന്നുണ്ട്. അല്ലവും കവിയും കൂടി ഋതുവിനെ വിളിച്ച് പരിപാടിയൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ടായിരുന്നു എന്ന് രാധ പറയുമ്പോ, പരിപാടി നമുക്ക് ഗ്രാൻഡ് ആക്കണം, അപ്പയുടെ റീജോയിനിങ് എന്നും ഓർമ്മയിലുണ്ടാവണം എന്ന് റജിയും. അത് പിന്നെ മുത്താർമലയിലെ കുറെ സാധനങ്ങളൊക്കെ എത്തിച്ചിട്ടുണ്ടേ, നമുക്ക് അന്നെടുക്കാമെന്ന് വല്യമാമ പറയുമ്പോ, വെറൈറ്റി സാധനങ്ങൾ കൂടി വന്ന സംഗതി കളറാവുമെന്ന് മഹേഷും. പിള്ളേര് ശരിക്കും ഹാപ്പി ആവും, വീട്ടിൽ ചെന്നിട്ട് അവരോട് പറയാം എന്ന് രാധ പറയുമ്പോ, ശരിയെന്ന് മഹേഷും. എന്തായാലും ഇനിയിപ്പോ കഴിച്ചിട്ടിറങ്ങാമെന്ന് അമ്മ പറയുമ്പോ, അല്ല അമ്മ ഞങ്ങൾക്ക് കരുതിയിട്ടില്ലല്ലോ, ഞങ്ങൾ വീട്ടിൽ പോയി കഴിച്ചോളാമെന്ന് മഹേഷും. അടുക്കള അറിയുന്ന ഏതൊരമ്മയുടെയും പാത്രമൊക്കെ അക്ഷയ പാത്രമാടാ, അതെത്ര വയറു നിറക്കും, വാ പിള്ളേരെ നമുക്ക് നോക്കാം പറഞ്ഞ അമ്മ സ്നേഹത്തോടെ വിളിക്കുമ്പോഴേക്കും എല്ലാവരും കൂടി അകത്തേക്ക് കയറി പോവുകയാ. പോവാനായി തുടങ്ങിയ റജിയെ മഹേഷ് പിടിച്ചു നിർത്തി, എടാ റജി
ഒന്നിങ്ങ് വന്നേ എന്ന് പറഞ്ഞ് വിളിച്ച് മാറ്റി നിർത്തി. എടാ റെജി, എനിക്ക് നിന്നെ കാണാനോ മിണ്ടാനോ പറ്റിയില്ല. എനിക്ക് നീ തന്ന ഒരു വകതിരിവുണ്ട് റെജി. വല്യമ്മയെ വിവരക്കേട് കൊണ്ട് ഞാൻ അന്ന് എന്തോ പറഞ്ഞത് ചോദ്യം ചെയ്യാനാ നീ വന്നത്. ഞാൻ ജീവിതത്തില് ആകെ നിലവിട്ടു നിന്നൊരു നേരമായിരുന്നു അത് എന്ന് പറഞ്ഞ് മഹേഷ് അന്ന് വീട്ടിൽ നിന്ന് ഇറക്കി വിട്ട സമയത്ത് ഒരു ലോഡ്ജിൽ റൂം എടുത്തതും റെജി തന്നെ കാണാനെത്തിയതുമെല്ലാം ഓർത്തെടുക്കുന്നുണ്ട്. അവൻ സങ്കടത്തോടെ കണ്ണു നിറഞ്ഞ് എന്റെ റെന്റ് നീ പേ ചെയ്തു, എനിക്ക് കാശും തന്നു, എനിക്കായി ഭക്ഷണം വാങ്ങി നീ റൂം ബോയെ ഏൽപ്പിച്ചു. നീ എന്താണെന്ന് എനിക്ക് മനസ്സിലായത് അന്ന് റജി. എന്നെ വല്ലാതെ ചിന്തിപ്പിച്ച, മാറാൻ പ്രേരിപ്പിച്ച ഒരു സംഭവമായിരുന്നു അത് എന്ന് ടെൻഷനോടെ മഹേഷ് പറയുമ്പോ സന്തോഷം മഹേഷ് ഏട്ടാ, എനിക്ക് അന്നേരം തോന്നിയത് ഞാൻ ചെയ്തു, അത്ര തന്നെ എന്ന് റെജി പറയുമ്പോഴേക്കും മഹേഷ് റെജി എന്ന് അകത്തുനിന്ന് വല്യമാമ വിളിക്കുകയാ. താ വരുന്നു എന്ന് വിളിച്ചു പറഞ്ഞ് അവർ രണ്ടുപേരും അകത്തോട്ട് പോവുകയാ. പിന്നീട് വിഷ്ണുവിനെ കാണാനായി പോലീസ് സ്റ്റേഷനിലെത്തിയ പോറ്റിയാണ് കാണിക്കുന്നത്. അപ്പോ താൻ പോലീസിന്റെ ഇൻഫോർമറായി ഉള്ളതാണോടോ എന്ന് വിഷ്ണു ചോദിക്കുമ്പോ അതെ സാർ എന്ന് പോറ്റിയും. തെറ്റിദ്ധരിപ്പിക്കാനുള്ള പദ്ധതി എന്തെങ്കിലും ആണെങ്കിൽ തന്റെ കാര്യം പോക്കാ, സൂക്ഷിച്ചോ എന്ന് വിഷ്ണു ഓർമ്മിപ്പിക്കുമ്പോ അല്ല സാറേ ഉള്ളതാ, ഞാൻ ഈ SI സാറിനോടും ഉള്ളതെല്ലാം പറഞ്ഞതാ എന്ന് പത്മനാഭനെ ചൂട്ടിക്കൊണ്ട് പോറ്റി പറയുകയാ. എന്താ മോഹന്റെ പ്ലാൻ എന്ന് വിഷ്ണു ചോദിക്കുമ്പോ പ്ലാൻ എന്താണെന്ന് എനിക്ക് കൃത്യമായി അറിയില്ല സാറേ, പക്ഷേ സരസ്വതി ടീച്ചറുടെ പുനഃപ്രവേശനം മോഹൻ ഏതു വിധേനയും തടയുമെന്ന് പറഞ്ഞു. അതിനെന്റെ സഹായം വേണമെന്ന് മോഹൻ പറഞ്ഞു. ഒപ്പം നിന്നില്ലെങ്കിൽ കൊന്നുകളയുമെന്ന് ഭീഷണിപ്പെടുത്തി സാറേ എന്ന് സങ്കടത്തോടെ കരഞ്ഞ് പോറ്റി പറയുകയാ. അയാള് പ്ലാൻ എന്താണെന്ന് ഒരു സൂചനയും തന്നില്ലേ എന്ന് വിഷ്ണു ചോദിക്കുമ്പോ ഇല്ല സാറേ, ഒന്നും പറഞ്ഞില്ല, എനിക്ക് ഉറപ്പാ സാറേ, ടീച്ചറെ കൊല്ലാൻ തന്നെയാ പ്ലാൻ എന്ന് പോറ്റി പറയുമ്പോ സംശയത്തോടെ അല്ല തനിക്ക് എന്താ ഇത്ര ഉറപ്പ് എന്ന് വിഷ്ണുവും. അയാളുടെ മട്ടും പടുതിയും കണ്ടപ്പോ എനിക്ക് അങ്ങനെയാ തോന്നിയത് എന്ന് പോറ്റി പറയുമ്പോ അപ്പോ തന്നെ കൂടി വെച്ച് മോഹൻ എന്തോ പ്ലാൻ ഇട്ടിട്ടുണ്ട് അല്ലേ എന്ന് വിഷ്ണുവും. അതെ സാറേ എന്ന് പോറ്റി പറയുമ്പോ അയാൾ അടുത്ത വട്ടം ബന്ധപ്പെടുമ്പോ ഞങ്ങളെ അറിയിക്കണം എന്ന് വിഷ്ണു പറയുമ്പോ അറിയിക്കാം സാറേ എന്ന് പോറ്റിയും. ടീച്ചറുടെ റീജോയിനിങ്ങിന് അവൻ എന്തോ വലുത് പ്ലാൻ ചെയ്യുന്നുണ്ട് എന്ന് വിഷ്ണു പറയുമ്പോ അതെ സാർ, ടീച്ചർ ജോയിൻ ചെയ്യാതിരിക്കാനുള്ള എന്തോ പദ്ധതിയാണ്, അന്നത്തേതിലും വലിയ പദ്ധതി തന്നെ പ്രതീക്ഷിക്കണം എന്ന് പത്മനാഭനും പറയുന്നുണ്ട്. അവൻ വലിയ കളി കളിക്കട്ടെ, ഇതവന്റെ ഒടുക്കത്തെ കളിയാവും, ഉറപ്പിച്ചോ. കുറച്ചു കാലായി അവൻ ഷോ തുടങ്ങിയിട്ട്, ഇതോടെ മോഹൻ എന്ന അധ്യായം ഞാൻ അടയ്ക്കും എന്ന് വിഷ്ണുവും ഉറപ്പിച്ചു പറയുന്നുണ്ട്. പിന്നീട് ഹോസ്പിറ്റലിൽ കിടക്കുന്ന സന്തോഷിന്റെ അരികിൽ ഇരിക്കുകയാണ് മണിയും നടേശനും. വീണ ബാഗെല്ലാം എടുത്ത് റെഡിയായി വന്ന് അമ്മേ ഞാനൊന്ന് വീട്ടിൽ പോയിട്ട് വരാം എന്ന് പറയുമ്പോ ആയിക്കോട്ടെ മോളെ എന്ന് നടേശനും. അമ്മയ്ക്ക് സ്കൂളില് റീജോയിനിങ്ങാ, അതുകൊണ്ട് വീട്ടിൽ ചില ഒരുക്കങ്ങളൊക്കെ ഉണ്ട്, ഞാനും ഒപ്പം ഉണ്ടാവണമെന്ന് വീണ പറയുമ്പോ മോള് പോയിട്ട് വാ, കുഞ്ഞുട്ടനെ ഞങ്ങൾ നോക്കിക്കോളാം എന്ന് മണി സ്നേഹത്തോടെ പറയുമ്പോ ഏത് സ്കൂളിലാ ഇനിയെന്ന് നടേശൻ ചോദിക്കുക. കണ്ണേറ്റിങ്കര തന്നെയാ എന്ന് വീണ പറയുമ്പോ അത് സൗകര്യായല്ലോ എന്ന് നടേശനും. വീണ സന്തോഷിന്റെ അരികിലേക്ക് ചെന്ന് സന്തോഷേട്ടാ ഞാൻ വീട്ടിലൊന്ന് പോയിട്ട് വരാം എന്ന് പറയുമ്പോ നീ ഇപ്പൊ പോണ്ട എന്ന് സന്തോഷം. അതെ അമ്മ സരസ്വതി ടീച്ചറെ കണ്ണേറ്റിങ്കര സ്കൂളിലെ വീണ്ടും ജോയിൻ ചെയ്യുകയാ എന്ന് വീണ പറയുന്നത് കേൾക്കെ സന്തോഷത്തോടെ എഴുന്നേറ്റുകൊണ്ട് ആണോ ടീച്ചറമ്മയായിട്ട് എന്ന് സന്തോഷം ചോദിക്കുക. അതെ ടീച്ചറമ്മയായിട്ട് എന്ന് വീണ പറയുമ്പോ നമ്മുടെ കണ്ണേറ്റിങ്കര സ്കൂളില് എന്ന് സന്തോഷത്തോടെ വീണ്ടും സന്തോഷം ചോദിക്കുക. നമ്മുടെ കണ്ണേറ്റിൻകരയിൽ തന്നെ എന്ന് വീണ പറയുമ്പോൾ ടീച്ചറമ്മയെ സ്കൂളിലാക്കിയിട്ട് കുഞ്ഞി വീണ്ടും ഇങ്ങോട്ട് വരുവോ എന്ന് സന്തോഷ് ചോദിക്കുമ്പോ വരുമെന്ന് വീണയും. എന്നെ പറ്റിക്കരുതേ എന്ന് സന്തോഷ് പറയുമ്പോ ഇല്ല പറ്റിക്കില്ല എന്ന് വീണയും. എന്നാ പോയിട്ട് വന്ന് സന്തോഷ് പറയുമ്പോഴേക്കും വീണ അവരോട് യാത്ര പറഞ്ഞിറങ്ങുകയാ. ഇത്രയുമാണ് ഇന്നത്തെ എപ്പിസോഡിലെ വിശേഷങ്ങൾ. മോഹനെ കണ്ട കാര്യം പോറ്റി വിഷ്ണുവിനെ വിളിച്ചറിയിക്കുന്നതും ടീച്ചറമ്മയുടെ റീജോയിനിങ് ആഘോഷമാക്കാൻ എല്ലാവരും കൂടി മാധവത്തിൽ ഒത്തുകൂടുന്നതുമാണ് നാളത്തെ എപ്പിസോഡിലെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.